ഇന്ന് നോമ്പിൽ 17-ാം ദിനം നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗത്തിൽ നിന്നാണ്. സൗരഭ്യം എന്നാണ് ശീർഷകം. മരണം ഒരു നിശ്ചല അവസ്ഥയാണ്. മരണത്തിന് ഒരു കെട്ട ഗന്ധമാണ്. മരണത്തിൻ്റെ കെട്ട ഗന്ധം മുമ്പൊരിക്കൽ അറിഞ്ഞതാണ് ആ കുടുംബം. പുതുജീവനിലേക്ക് ലാസർ പ്രവേശിച്ചപ്പോൾ സഹോദരിമാർക്ക് സുവിശേഷത്തിൻ്റെ സൗരഭ്യമാണ് ലഭ്യമായത്. ഹൃദയവേദനയുടെ നിമിഷങ്ങളിൽ അവർ ജീവൻ്റെ പുതുനാമ്പ് കണ്ട് അനുഭവിച്ചത് ക്രിസ്തുവിലൂടെയാണ്. അങ്ങനെയാണ് ക്രിസ്തു അവർക്ക് ജീവനേക്കാൾ വിലയേറിയവനായത്. ഇവിടെ ഇതാ ലോകത്തോട് കൃത്യതയോടെ മറിയ വിളിച്ചു പറയുന്നു, വിലയേറിയതെന്ന് നിങ്ങൾ കരുതുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ക്രിസ്തുവിൻ്റെ വില എന്ന്. ഞാൻ ഈ മടക്കി നൽകുന്ന സുഗന്ധദ്രവ്യം തുലോം ചെറുതെന്നും അല്ലെങ്കിൽ നിസാരതകളെ പർവ്വതീകരിക്കുകയും ഏറെ കനമായതിനെ അഗണ്യമാക്കുകയും ചെയ്യുന്ന കാലത്ത് മൂല്യമുള്ളതെന്തെന്ന് ആരറിഞ്ഞു? പ്രിയപ്പെടുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ പകരുന്ന സുഗന്ധം ഒന്ന് വേറെയാണ്. കുട്ടനാട്ടുകാരിയാണ് സിസ്റ്റർ എ.വി. മറിയാമ്മ. ചെറുപ്രായത്തിൽ തന്നെ പ്രതിസന്ധികളും പരാജയങ്ങളും, എന്നാൽ കർത്താവിൻ്റെ ശബ്ദം ജീവിത വീക്ഷണങ്ങളെ മാറ്റിമറിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ബംഗാരപ്പെട്ട സെമിനാരിയിൽ നിന്ന് വേദശാസ്ത്ര അഭ്യസനവും കറ്റാനത്ത് നിന്ന് നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പഠനവും പൂർത്തിയാക്കി ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ടിബറ്റൻ ബോർഡർ മിഷനിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തി ശുശ്രൂഷ ചെയ്യുവാൻ തീരുമാനിച്ചു. 1961 നടന്ന ഇൻഡോ ചൈന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കും പ്രദേശവാസികൾക്കും ആതുര ശുശ്രൂഷ നൽകി. അനേകം രോഗബാധിതരെ ക്രിസ്തു സ്നേഹത്തിൽ ശുശ്രൂഷിച്ചു. തദ്ദേശീയരോട് ദൈവസ്നേഹം പങ്കുവച്ചു. സ്ത്രീകൾക്ക് അത്രയൊന്നും സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടിയിട്ടില്ലാത്ത കാലത്ത് ആരംഭിച്ച ശുശ്രൂഷ നീണ്ട 30 കൊല്ലത്തോളം അക്ഷീണം തുടർന്നു. തൻ്റെ ശിഷ്ടകാലം അങ്കോല ആശ്രമത്തിൽ ചെലവഴിച്ചുകൊണ്ട് ശുശ്രൂഷ നിർവഹിച്ചു. താൻ സ്നേഹിച്ച കർത്താവിന് വേണ്ടി അവസാന ശ്വാസം വരെ സൗരഭ്യമുള്ള ഒരു നനുത്ത കാറ്റായി വീശിക്കൊണ്ടേയിരുന്നു. മറ്റെന്തിനും മീതെ ക്രിസ്തുവിനും ദൈവരാജ്യ മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും സുഗന്ധം പരത്തി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.